Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhallazina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. വളരെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയിൽ നിന്ന് സത്യവിശ്വാസികളായ നമുക്ക് ലഭിക്കേണ്ട ചില സന്ദേശങ്ങളെക്കുറിച്ച്, ഗുണപാഠങ്ങളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഹജ്ജ് കർമ്മം ഏതാനും സമയം കഴിഞ്ഞാൽ, ഒരു മാസവും കുറച്ച് ദിവസവും കഴിഞ്ഞാൽ വിശ്വാസ ലോകത്തേക്ക് കടന്നു വരുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജ് കർമ്മത്തിലെ മുഴുവൻ സൽക്കർമ്മങ്ങളും അതിലെ മുഴുവൻ കർമ്മങ്ങളും ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതവുമായി, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനകളുമായി, അതേപോലെ തന്നെ മക്ക പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസപരമായ ഒരു വിഷയമാണ്. ആ നിലയിൽ ഹജ്ജിന് പോകുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതവും പ്രാർത്ഥനയും. ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങളും. വിശുദ്ധ ഖുർആനിനെ പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. കാരണം ഇബ്രാഹിം നബി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഖലീലുള്ള, ഹനീഫൻ, മുസ്ലിമൻ, ഉമ്മത്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഈ പറയപ്പെട്ട പേരുകൾ ഇബ്രാഹിം നബി ഇസ്ലാമിന് നേടിക്കൊടുത്തത് ആ പ്രവാചകന്റെ ജീവിതം തന്നെയായിരുന്നു. നമ്മുടെയൊക്കെ പേര് മുസ്ലിം എന്നാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ. അതേപോലെ തന്നെ ഈമാൻ സ്വീകരിച്ച ആളുകളാണ് നമ്മളൊക്കെയും. ജീവിതത്തിൽ അള്ളാഹുവിനെ ആരാധ്യനായി സ്വീകരിക്കുമ്പോൾ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന അമ്ന്, നിർഭയത്വം, അങ്ങനെ ഒരു നിർഭയത്വം ലഭിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന രണ്ട് നാമങ്ങളാണ് മുസ്ലിം എന്നുള്ളതും മുഅ്മിൻ എന്നുള്ളതും. അതേപോലെ തന്നെയാണ് ഖലീലുള്ള, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, ഹനീഫൻ, മുസ്ലിമൻ, ഋജുവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ, ഉമ്മത്ത്, ഒരു സമൂഹം മൊത്തത്തിൽ ചെയ്യേണ്ട ധാർമ്മികമായ, വിശ്വാസപരമായ, സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ ഒരു ജനതയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒറ്റക്ക് പ്രവർത്തിച്ച് മാതൃകയോഗ്യനായി മാറിയ, ലോകത്തുള്ള എല്ലാ ഒട്ടുമിക്ക അധികം ആളുകളും അംഗീകരിക്കുന്ന ഏക പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നമുക്കതൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഏറെ അത്ഭുതകരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ എവിടെയും ഒരു പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ പതറിപ്പോകുന്ന, കാലിടറിപ്പോകുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് തൗഹീദിന്റെ, ഈമാനിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൽപ്പിച്ചാൽ, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ 100 കാരണങ്ങളെല്ലാം അന്വേഷിച്ച് അതെങ്ങനെ ചെയ്യാതിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് അവസാനം അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്നല്ല, ഒരു പ്രവാചകൻ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തു വന്നാലും വേണ്ടിയില്ല, അള്ളാഹുവാണ് പറഞ്ഞത്, അള്ളാഹുവാണ് കൽപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഏൽക്കേണ്ടി വരില്ല എന്ന ഉറച്ച വിശ്വാസം. ഞാനിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായി ഇത്രയും പറയാൻ കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് ആ പ്രവാചകൻ നടത്തിയ പ്രാർത്ഥനയുടെ പൊരുളും അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും അതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹിമയും അതിൻ്റെ പ്രത്യേകതയും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും
സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ ഇത്തരം പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകൾ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഭൗതികമായ അല്ലെങ്കിൽ മെറ്റീരിയൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതല്ല നമ്മുടെ ഈമാൻ. ഭൗതികമായ വിഷയങ്ങളിലല്ല നമ്മൾ തവക്കുലാക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിലും തൗഹീദിലുമാണ് നമുക്ക് സത്യത്തിൽ തവക്കുലാക്കാനുള്ളത്. അങ്ങനെ തവക്കുലാക്കി ജീവിച്ചാൽ മാത്രമേ ഏതൊരു കാലഘട്ടത്തും സത്യവിശ്വാസികളായ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ജീവിച്ച് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അത് സമൂഹത്തിൽ മാത്രമല്ല, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ ഈ ഈമാനും ഈ തൗഹീദും ഒക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ആമുഖം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു. കാൻ യുക്സിറു അൻ യഖൂൽ, അദ്ദേഹം പ്രാർത്ഥനയിൽ ഇപ്രകാരം വർദ്ധിപ്പിക്കുമായിരുന്നു: യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നിന്റെ ദീനിൽ, നിന്റെ ആദർശത്തിൽ, ഈ മതത്തിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഫഖുൽതു യാ റസൂലല്ലാഹ് ആമന്നാ ബിക. അപ്പോൾ അൻസല്ലാഹു പറയുകയാണ്, പ്രവാചകരെ, ഞങ്ങളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ആമന്നാ ബിക, താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വബിമാ ജിഇത ബിഹി, താങ്കൾ എന്താണോ കൊണ്ടുവന്നത് അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫഹൽ തഖാഫ് അലൈന, എന്നിട്ടും താങ്കൾ ഞങ്ങളിൽ ഭയപ്പെടുകയാണോ? ഈ ദീനിൽ നിന്ന്, ആദർശത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുമെന്നുള്ള പേടി താങ്കൾക്കുണ്ടോ? ഖാല, അന്നേരം ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന മറുപടി നഅം, അതേ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വഹാബിമാരാണ് ചോദിക്കുന്നത്, ഞങ്ങളും ഇതിൽ നിന്നൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നഅം, അതെ. ആരാണെങ്കിലും ആദർശത്തിൽ നിന്ന് ഒക്കെ ഹൃദയം മാറിപ്പോകാൻ സാധ്യത വളരെ ഏറെയാണ്. കാരണം ഇനൽ ഖുലൂബ, തീർച്ചയായും ഹൃദയങ്ങൾ എന്ന് പറയുന്നത് ബൈന ഉസ്ബുഅൈനി മിൻ അസ്വാബിഇല്ലാഹി, അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഹൃദയങ്ങൾ. അത് യുഖല്ലിബുഹ കൈഫ യശാ, റബ്ബ് ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയാണ്, തൗഹീദാണ്, ഈമാനാണ് നമുക്ക് ഏതൊരു കാലഘട്ടത്തും പിടിച്ചു നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ, പതറാതെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിൻപറ്റാൻ കൂടുതൽ അർഹരായവർ ആരാണെന്ന് നമുക്ക് ഖുർആനിൽ തന്നെ കാണുവാൻ സാധിക്കും. അത് സത്യവിശ്വാസികളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകനെ അനുധാവനം ചെയ്ത നമ്മളുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഇത്തിബാ ചെയ്യാൻ അർഹരെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറ ആല ഇമ്രാനിലെ 68-ാമത്തെ ആയത്ത്, ഇന ഔലന്നാസി ബിബ്രാഹിമ, തീർച്ചയായും ഇബ്രാഹിമിനെ പിൻപറ്റാൻ അവരോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് ആരാണത്? ലല്ലദീന തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റിയവനാണ്. വഹാദൻ നബി, ഈ പ്രവാചകനും. അല്ലദീന ആമനു, അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകളും. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോ അവരുടെ വലിയ രക്ഷാധികാരിയാണ്. അപ്പോ ഈ പ്രവാചകൻ എന്ന് പറയുന്നത് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളായ നമ്മളുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നതെന്ന് ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നോക്കൂ, വിശ്വാസ മേഖലയിലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ ഒരു പ്രാർത്ഥന, ഇന്ന് മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞിട്ട് ഖാലിഖാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുദബ്ബിറാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഒരു മുദബ്ബിറുൽ ആലം, ലോകത്ത് നിയന്ത്രിക്കുന്ന ശക്തികൾ അള്ളാഹു അല്ലാത്ത പലരുമുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പിറകിൽ പോകുന്ന, പിഴച്ചവാദത്തിന്റെ പിറകിൽ പോകുന്ന, ഇത്തരം ദുഷിച്ച ആദർശത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം,
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, എന്തുകൊണ്ട് ഒരു ഖാലിഖ്, ഒരു ഇലാഹ്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ആ ആദർശത്തിന് വേണ്ടി പടപൊരുതുകയും ചെയ്തതിന്റെ പിന്നിലുള്ള ഛേദോവികാരം എന്താണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അവനാണ് എന്നെ പഠിച്ചത്, ഫഹുവ യഹ്ദീൻ, എന്നിട്ട് അവൻ എനിക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, എനിക്ക് പാനീയമായി എന്നെ വെള്ളം കുടിപ്പിക്കുന്നത് അവനാണ്. മാത്രമല്ല വൈദാ മറിൽതു ഫഹുവ യശ്ഫീൻ, ഇനി ഞാൻ രോഗിയായാൽ, എനിക്ക് രോഗം ബാധിച്ചാൽ, ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് രോഗത്തിന് ശിഫ നൽകുന്നത്. തീർന്നില്ല, വല്ലദി യുമീതുനി സുമ യുഹീൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നതും എന്നെ ജീവിപ്പിക്കുന്നതും. വല്ലദി അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുമെന്നുള്ളത്. അപ്പൊ എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവനിലാണ്. യൗമദ്ദീൻ, എപ്പോഴാണത്? യൗമദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ അന്ത്യനാളിന്റെ സമയത്ത് എൻ്റെ പാപങ്ങളും എൻ്റെ തെറ്റുകളും പൊറുക്കപ്പെടുമെന്ന് ഞാൻ ആശിക്കുന്നവനുമായ ഒരു അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിനെയാണ് ഞാൻ ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കണം, എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ട് ഖുർആൻ സമർപ്പിക്കുന്നത്, സൃഷ്ടിച്ചത്, മരിപ്പിക്കുന്നത്, ഭക്ഷണം നൽകുന്നത്, വെള്ളം നൽകുന്നത്, നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നത് അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കുന്നത്. ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യം, റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഹബ്ലി, അള്ളാഹുവേ നീ എനിക്ക്, വഹബ എന്ന അറബി വാക്കിനർത്ഥം ദാനമായി നൽകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ മക്കളുടെ വിഷയത്തിൽ മക്കൾ വേണം, മക്കളെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന കാണാം. അവിടെയൊക്കെ ഖുർആൻ പ്രത്യേകമായി ഉപയോഗിച്ചൊരു വാക്ക് വഹബ എന്നാണ്, ദാനമായി. അള്ളാഹുവെ എനിക്ക് നീ ദാനമായി നൽകണമേ. അപ്പൊ വഹബിലി, എനിക്ക് നീ ദാനമായി നൽകണം അള്ളാഹുമേ. എന്താണ് ദാനമായി നൽകുന്നത്? ഹുക്കുമൻ, അള്ളാഹു എനിക്ക് നീ ഹുക്കുമ്, എനിക്ക് വിജ്ഞാനം, എനിക്ക് അറിവ് നീ അള്ളാഹുവെ ദാനമായി നൽകണേ തമ്പുരാനെ. മാത്രമല്ല അൽഖിനി ബിസ്വാലിഹീൻ, എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണ തമ്പുരാനെ. സജ്ജനങ്ങളെ എന്നിലേക്ക് അല്ല, എന്നെ സജ്ജനങ്ങളിലേക്ക്. പല ആളുകളും നമ്മിലേക്ക് ആളുകൾ വരട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇവിടെ അതല്ല പറയുന്നത്. അള്ളാഹു എന്നെ നീ സജ്ജനങ്ങളിലേക്ക് ചേർക്കണേ തമ്പുരാനെ. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. എന്നിട്ട് വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ മര്യാദകൾ പാലിച്ചുകൊണ്ടാണ്. ഈ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന ചില മര്യാദകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഇന്നി അസ്കൻതു, ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുരിയത്തി, എന്റെ സന്തതികളിൽ നിന്നും. എവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്? ബിവാദിൻ ഗൈറ ദി സറഇൻ, കൃഷിയില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ എൻ്റെ സന്തതികളിൽ നിന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാണ്? ഒന്നുകൂടി കൃത്യമായി പറഞ്ഞു, എന്താ ബൈത്തിക്കൽ മുഹറം, പരിശുദ്ധമായ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ. നിങ്ങൾ നോക്കൂ, ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്? ളുഹൂറുൽ ഇഫ്തിഖാർ, അദ്ദേഹത്തിന്റെ അവശത, അദ്ദേഹത്തിന്റെ ബലഹീനത, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങള്, ആദാമു മിന ദുആ, ഈ ബലഹീനതകൾ പറഞ്ഞുകൊണ്ട് തന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അത് പ്രാർത്ഥനയുടെ മര്യാദയായി മാറുന്നു. അദ്ദേഹത്തിന്റെ ഇല്ലായ്മ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വല്ലായ്മ പ്രകടിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയാണ്, ഭക്ഷണമില്ല, താമസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു പരീക്ഷണവുമാണ്. വിശപ്പും പട്ടിണിയുമുള്ള ഈ പ്രദേശത്ത് ഞാനിതാ എൻ്റെ കുടുംബത്തെ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നത്? റബ്ബന ലിയുഖീമുസ് സ്വലാത്ത, ഞങ്ങളുടെ റബ്ബെ, ലിയുഖീമുസ് സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് അള്ളാഹുവെ ഞാൻ ഇവിടെ താമസിപ്പിക്കുന്നത്. നമ്മൾ നോക്കൂ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കാര്യം നാം ആവശ്യപ്പെടുമ്പോൾ
ആ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ബലഹീനതകൾ ആദ്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ ബലഹീനതകൾ കംപ്ലീറ്റ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പിന്നീട് നമസ്കാരം എന്ന വസീല അദ്ദേഹം സ്വീകരിക്കുകയാണ്. ആ വസീല എങ്ങനെയാണത്? റബ്ബന, ഞങ്ങളുടെ റബ്ബെ, യുഖീമുസ്സലാത്ത, ഇവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണത്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും വേണം. അതിന് വസീല എന്ന് പറയാ. ആ വസീല ഇവിടെ നമസ്കാരമാണ്. ആ നമസ്കാരം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഫജ്അൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, മനുഷ്യരിൽ നിന്നുള്ള ചില ഹൃദയങ്ങളെ അവരുടെ നേരെ ചായുന്നതാക്കുകയും ചെയ്യണേ തമ്പുരാനെ. അതിനു വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ താമസിപ്പിക്കുന്നത്. എന്നിട്ടോ വർസുഖ്ഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അവർക്ക് ഫലവർഗത്തിൽ നിന്നും നീ ആഹാരം നൽകുകയും ചെയ്യണേ തമ്പുരാനെ, അവർ നന്ദി കാണിച്ചേക്കാം. സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്താണ്. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് അദ്ദേഹം അവർ നന്ദി കാണിച്ചേക്കാം? ഈ ഫലപുഷ്ടമല്ലാത്ത പ്രദേശത്ത് ഭക്ഷണം നൽകണം, അവർക്ക് നന്ദി കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഒരു കാരണം പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, ആ നന്ദി കാണിക്കൽ നമസ്കാരമാണ്, പ്രാർത്ഥനയാണ്, തവാഫാണ്, റുക്കു ആണ്, സുജൂദാണ്. അങ്ങനെ അതെല്ലാം നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവേ അവർ നിനക്ക് നന്ദി കാണിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഒരു അനുഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ആ അനുഗ്രഹത്തിലൂടെ ഞാൻ നിനക്ക് നന്ദി കാണിക്കാം, നന്ദി കാണിക്കേണ്ടവനാണ് എന്ന ഒരു ഉത്തമ ബോധ്യം ആ ചോദിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ ഒരു തിരിച്ചറിവ് ഈ പ്രവാചകനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നന്ദി കാണിക്കാം എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാര് ആ നന്ദിയുടെ രൂപം പറയുന്നത് നമസ്കാരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, തവാഫിലൂടെ, റുക്കുയിലൂടെ, സുജൂദിലൂടെ അല്ലാഹുവേ ഞാൻ നിനക്ക് നന്ദി കാണിക്കാം. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ. ഞങ്ങളുടെ റബ്ബേ, നിനക്ക് അറിയാം തീർച്ചയായിട്ടും ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും ഞങ്ങൾ പരസ്യമാക്കി വെക്കുന്നതും റബ്ബേ നിനക്കറിയാം. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ. സൂറ ഇബ്രാഹിമിലെ 38-ാമത്തെ ആയത്താണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള യാതൊന്നും തന്നെ അല്ലാഹുവേ നിന്നിൽ നിന്ന് മറയപ്പെടുന്നില്ല. നമ്മൾ നോക്കൂ, ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ ഇൽമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അംഗീകരിക്കുകയാണ്. എന്താണ് ആ ഇൽമ്? രഹസ്യവും പരസ്യവും അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ഇൽമ് ആ പ്രവാചകൻ ഈ പ്രാർത്ഥനയിലൂടെ അംഗീകരിക്കുന്നു. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ കഴിവിനെ അദ്ദേഹം വാഴ്ത്തുകയാണ്. ആകാശഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ച് മറയപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവിനെ അദ്ദേഹം അംഗീകരിക്കുന്നു, വാഴ്ത്തുന്നു. എന്നിട്ട് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് സ്തുതി എന്ന നിലക്ക് അദ്ദേഹം വീണ്ടും പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബ്രി ഇസ്മാഈൽ വ ഇസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉദ് ദുആ. ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ. നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, അള്ളാഹു എനിക്ക് നീ കുട്ടിയെ നൽകണം, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അങ്ങനെ സന്താനത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവേ നീ എനിക്ക് നൽകിയ ആ അനുഗ്രഹത്തിന് ഞാൻ നിനക്ക് നാവിലൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് കൽബ് കൊണ്ട് നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കണം, നമ്മുടെ നാവിലൂടെ നന്ദി രേഖപ്പെടുത്തുവാൻ സാധിക്കണം. രണ്ടു തരം നന്ദിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നന്ദി ആദ്യം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് റബ്ബ് നൽകിയിട്ടുണ്ട് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. കാരണം ഹൃദയം കൊണ്ട് ഒരു കാര്യം അംഗീകരിച്ചാലേ അത് നാവിലൂടെ പുറത്തേക്ക് വരികയുള്ളൂ. അല്ലാതെ അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് അത് നൽകി, അത് ഇന്ന് നൽകി എന്നല്ല, മറിച്ച് അത് ബോധ്യപ്പെടണം. നമ്മുടെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തണം നാം ആദ്യം. അതുകൊണ്ട് അദ്ദേഹം പറയാണ് അൽഹംദുലില്ലാ. ആ ബോധ്യപ്പെടൽ അദ്ദേഹത്തിന് തീർച്ചയാക്കപ്പെട്ട കാര്യമായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവേ ഞാൻ നിനക്ക് സ്തുതി കൽപ്പിക്കുന്നു. അല്ലദി വഹബലി അലൽ കിബിരി. എപ്പോഴാണ് എനിക്ക് നൽകിയത്? അലൽ കിബിരി, ഈ വയസ്സുകാലത്ത്. എന്ത് നൽകി? ഇസ്മായിൽ വ ഇസ്ഹാഖ്, ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും നൽകി. ഇന്ന റബ്ബി ലസമീഉദ് ദുആ, എന്റെ റബ്ബുണ്ടല്ലോ. എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ ആ ഒരു പ്രാർത്ഥന. എന്റെ റബ്ബുണ്ടല്ലോ, അവൻ ആരാ? ലസമീഉദ് ദുആ, എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാ. ഇബ്രാഹിം 39-ാമത്തെ ആയത്താണ്. പ്രിയമുള്ളവരെ, എത്രമാത്രം കൊതിച്ച് ഇരുന്നിട്ട് കൊതിച്ച് ജീവിച്ചിട്ട് കിട്ടിയ
ഒരു വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് മക്കളെയും. എന്നിട്ടോ കാത്തിരുന്ന സൗഭാഗ്യം അത് വാർദ്ധക്യത്തിലാണ്. അങ്ങനൊക്കെ തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ആ പ്രാർത്ഥനക്ക് പലപ്പോഴും ഫലം കിട്ടുക എപ്പോഴായിരിക്കും? ജീവിതത്തിന്റെ കുറെ കഴിയുന്ന സമയത്തായിരിക്കാം, കുറെ പ്രായമാവുന്ന സമയത്തായിരിക്കാം, കുറെ വയസ്സാവുന്ന സമയത്തായിരിക്കാം. ഇനി കിട്ടുമോ എന്ന് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന ചില ജീവിതത്തിലെ ചില നേരങ്ങളിലായിരിക്കാം കാലങ്ങളോളം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നത്. വല്ലാത്തൊരു ഗുണപാഠമല്ലേ? എത്ര വർഷമായി നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഒരാളോടും പറയാൻ സാധിക്കാത്ത മനസ്സിന്റെ ഉള്ളിൽ മാത്രം സൂക്ഷിച്ചു വെക്കുന്ന എത്രമാത്രം ഹലാലായ, എത്രമാത്രം കൊതികൾ, എത്രമാത്രം സ്വപ്നങ്ങൾ, എത്രമാത്രം ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എത്ര കാലമായി തമ്പുരാനെ റബ്ബെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്? പ്രിയമുള്ളവരെ, ഒരു വലിയ തെളിവാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് അദ്ദേഹം പ്രായമായ സമയത്താണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എന്റെ പ്രാർത്ഥന റബ്ബ് ഒരിക്കലും തട്ടുകയില്ല. കാരണം എന്താ? ലസമിഉ ദുആ, അവൻ കേൾക്കുന്നവനാണ്, എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. സമയം എന്ന് പറയുന്നത് സാധാരണ കേൾവിയല്ല. എത്ര ലോകത്തുള്ള ഏതൊക്കെ മനുഷ്യന്മാരും ഏതൊക്കെ ജന്തു ജീവജാലങ്ങളും ഏതൊക്കെ ഭാഷയിൽ സംസാരിച്ചാലും അതെല്ലാം കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കേൾവി ശക്തിയുള്ളവനാണ് എന്റെ റബ്ബ്. ആ പ്രാർത്ഥന വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. സൂറ ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്താണ്. റബ്ബി ജഅൽനി, എന്നെ നീ ആക്കണേ തമ്പുരാനെ. ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാധാന്യം ആദ്യം പറഞ്ഞു. ഉമ്മത്ത് ഹനീഫൻ മുസ്ലിമൻ എന്നൊക്കെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ആ പ്രവാചകന്റെ ആ മഹിമ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ മഹിമയുള്ള ആ ഖലീലുള്ളയാണ് ഇത് ആവശ്യപ്പെടുന്നത്. റബ്ബെ, എന്നെ നീ ആക്കണം, എനിക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് ലോകത്ത്, ഞാൻ അള്ളാഹുവിന്റെ ഖലീലാണ്, എന്നാൽ തന്നെയും അള്ളാഹുവെ എന്നെ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. മുഖീമസ്വലാത്ത്, നമസ്കാരം കൃത്യമായി പാലിക്കുന്ന, യഥാസമയത്ത് അതിൻ്റെതായ വക്തിൽ കൃത്യമായി നിർവഹിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹുവെ എന്നെ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. എന്നെ മാത്രമല്ല, സ്വർഗത്തിലേക്ക് പോകേണ്ടത് പ്രിയമുള്ളവരെ ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെയാണ്. വമിൻ ദുർരിയതി, എന്റെ മക്കളെയും എന്റെ സന്താനങ്ങളെയും അള്ളാഹുവെ നീ നമസ്കാരം കൃത്യമായി പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബെ എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹുവിനോടാണ് പ്രിയമുള്ളവരെ നാം ആദ്യം ആവശ്യപ്പെടേണ്ടത്. നമുക്ക് പല പ്ലാനുമുണ്ട്. ഓരോ വർഷമാകുമ്പോഴും നമ്മളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ടല്ലോ. ഓരോ വെള്ളിയാഴ്ചയും റംസാനും പ്ലാൻ ചെയ്യാറുണ്ട്. ഈ റംസാൻ മുതൽ, ഈ വെള്ളിയാഴ്ച മുതൽ, ഈ മുഹറം മുതൽ നമസ്കാരം നിലനിർത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. വേണം, എല്ലാത്തിനും പ്ലാനിങ് വേണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ജീവിതത്തിൽ ഏത് ചെറുതാകട്ടെ വലുതാകട്ടെ ഏതൊരു അമൽ സ്വാലിഹാത്ത് ചെയ്യുവാനും അത് പൂർത്തിയാക്കുവാനും അത് തുടങ്ങുവാനും അത് നിലനിർത്തുവാനും അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം. അള്ളാഹുവിന്റെ തൗഫീക്കിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവെ ഞങ്ങളെ നീ നിലനിർത്ത് തമ്പുരാനെ എന്നുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഒരിക്കൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, ഞാൻ നിനക്കൊരു വസിയത്ത് തരാം, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. എന്താണത്? എല്ലാ നമസ്കാരത്തിന് ശേഷം നീ പ്രാർത്ഥിക്ക് മുആദേ. അത് പറയുന്ന മുമ്പ് പ്രവാചകൻ ഇതും കൂടി പറഞ്ഞു, ഇന്നി ലഉഹിബ്ബുക വല്ലാഹി വല്ലാഹി ഇന്നി ലഉഹിബ്ബുക വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. മുആദേ, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? മുആദേ, എല്ലാ നമസ്കാരത്തിന് ശേഷവും ഉടനെ നീ പ്രാർത്ഥിക്കും മുആദേ, അല്ലാഹുമ്മ, അല്ലാഹുവേ അറിഞ്ഞി, എന്നെ നീ സഹായിക്കണം തമ്പുരാനെ, അലാ ദിക്രിക, നിനക്ക് ദിക്റെടുക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി കാണിക്കുവാൻ, വഹുസ്ന ഇബാദതിക, ഞാൻ നിനക്ക് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നന്നാക്കി ചെയ്യുവാൻ അല്ലാഹുവേ എന്റെ സഹായം, നിന്റെ സഹായം അല്ലാഹു എനിക്കുണ്ടാകണം.
റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഏതൊരു അമലു സ്വാലിഹാത്ത് ചെയ്യാനും അത് ജീവിതത്തിൽ നിലനിർത്തുവാനും അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പ്രിയമുള്ളവരെ. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുക, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്ന വിഭാഗത്തിൽ അള്ളാഹുവെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന. പ്രവാചകനാണെങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു തൗഫീക്കിന് വേണ്ടിയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് പ്രിയമുള്ളവരെ. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. സൂറ ഇബ്രാഹിമിലെ 41-ാമത്തെ ആയത്താണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം തമ്പുരാനെ. പ്രാർത്ഥനയുടെ ആ ഒരു സ്ട്രക്ചറാണത്. ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തമ്പുരാനെ. പിന്നെ പ്രാർത്ഥിക്കേണ്ട ആർക്ക് വേണ്ടിയാ? വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി. രണ്ടാമത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി രണ്ടാമത് വരേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. കാരണം പ്രാർത്ഥിക്കാനുള്ള ഈ ജന്മം നൽകിയത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളിലൂടെയാണല്ലോ. അമലു സ്വാലിഹാത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് കിട്ടിയത് ഈ മാതാപിതാക്കളിലൂടെയാണ്. ഉമ്മ പ്രസവിച്ചത് കൊണ്ടാണല്ലോ നാം ജീവിക്കുന്നതൊക്കെയും. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണല്ലോ. അപ്പൊ അള്ളാഹുവെ എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. മൂന്നാമതായി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രയോറിറ്റി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് വലിൽ മുഅ്മിനീന, അള്ളാഹുവെ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും നീ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കു തമ്പുരാനെ. യൗമ യഖൂമുൽ ഹിസാബ്, എപ്പോഴാണത്? വിചാരണയുടെ ആ ദിവസം, വിചാരണ വരുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവെ ആ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കു തമ്പുരാനെ. നമുക്ക് എല്ലാ പ്രാർത്ഥനയും പറയാനുള്ള സമയമില്ല, അവസാനിപ്പിക്കുകയാണ്. സംഭവബഹുലമായ ഈ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഇത്രയും മഹാനായ ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു പ്രവാചകനായി അംഗീകരിക്കുന്ന ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായ ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥനയാണ് യൗമ വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, എന്നെ നീ അപമാനിക്കല്ലേ തമ്പുരാനെ. യൗമ യുബഅസൂൻ, മനുഷ്യന്മാരെല്ലാവരും മരിച്ച് ഖബറിലായി രണ്ടാമത് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് അങ്ങനെയുള്ള പുനരുദ്ധാനത്തിന്റെ ആ സമയമുണ്ടല്ലോ അന്ത്യനാളിൽ. ആ സമയത്ത് അല്ലാഹുവേ, എന്നെ നീ അപമാനിക്കല്ലേ തമ്പുരാനെ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ആ ദിവസത്തിന്റെ പ്രാധാന്യം? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്താകട്ടെ മക്കളാകട്ടെ യാതൊന്നും തന്നെ ഉപകാരപ്പെടാത്ത, ഭൗതികമായ മുഴുവൻ കാര്യങ്ങളും അതൊന്നും ഉപകാരപ്പെടാത്ത ആ ദിവസം തമ്പുരാനെ, എന്താണ് ആ ദിവസത്തിൽ ഉപകാരപ്പെടുക? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീം, ഖൽബു സലീം എന്ന് പറയുന്നത് രക്ഷപ്പെട്ട ഹൃദയമാണ്. രക്ഷപ്പെട്ട ഹൃദയം ഏതാ? ഷിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഖുറാഫാത്തിൽ നിന്ന്, എല്ലാവിധത്തിലുമുള്ള അനിസ്ലാമികമായ വിശ്വാസങ്ങളിൽ നിന്ന്, എല്ലാ ആളുകളെ ദീനിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ സാധ്യമായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയത്തിന് മാത്രം അവിടെ രക്ഷ ലഭിക്കുന്ന ദിവസം. അങ്ങനെയുള്ള ഹൃദയം, ആ ഹൃദയവുമായി അള്ളാഹുവെ എന്നെ നീ പരലോകത്ത് കൊണ്ടുവരണം തമ്പുരാന്. ആ ഹൃദയത്തിന് മാത്രം രക്ഷയും സമാധാനവും ലഭിക്കുന്ന ആ ദിവസത്തിൽ അള്ളാഹുവെ എന്നെ നീ അപമാനിക്കല്ലേ തമ്പുരാനെ. എത്ര വിനയമാണ് പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാണുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്? അള്ളാഹുവിനോടല്ലാതെ ആരോടാണ് പ്രിയമുള്ള നമുക്ക് ചോദിക്കാനുള്ളത്? നമ്മളെ സൃഷ്ടിച്ച്, നമ്മളെ പരിപാലിച്ച്, നമുക്ക് ഭക്ഷണം നൽകുന്ന, നമുക്ക് വെള്ളം നൽകുന്ന, നമ്മളെ ഭരിപ്പിക്കുന്ന, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന അള്ളാഹുവിനോടല്ലാതെ പ്രിയമുള്ളവരെ നമുക്ക് ആരോടാണ് പ്രാർത്ഥിക്കാനുള്ളത്? വളരെ സിമ്പിൾ അല്ലേ ഇസ്ലാമിലെ വിഷയം? PhD ആവശ്യമൊന്നുമില്ല, ഡോക്ടറേറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അല്പനിമിഷം ശാന്തമായി നാം നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതം അതൊരു നിസ്സാരമായ ഒരു ചെറിയ ജീവിതമല്ല. ഈ വർഷം ഇൻഷാ അല്ലാഹ് മക്കത്തേക്ക് പോകുന്ന ആളുകൾ, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന ആളുകൾ, ആ കർമ്മങ്ങളിലെല്ലാം നേളിച്ചു നിൽക്കേണ്ടത്, ഉജ്ജ്വലിച്ചു നിൽക്കേണ്ടത്, ഉയർന്നു നിൽക്കേണ്ടത് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ജീവിതമാണ്. അദ്ദേഹത്തിന്റെ മാതൃകായോഗ്യമായ ആദർശത്തിന് വേണ്ടി അദ്ദേഹം പടപൊരുതിയ ആ ഒരു ജീവിതമായിരിക്കണം.
നിങ്ങളൊക്കെ സന്ദർശിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട പ്രാർത്ഥനകൾ നടത്തിയ പുണ്യപ്രദേശങ്ങളിലൂടെയാണ് ഓരോ ഹാജിമാരും ഇനി കടന്നു പോകാനിരിക്കുന്നത്. മിന, മുസ്ദലിഫ, അറഫ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ ഈ പ്രാർത്ഥനയുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ പ്രാർത്ഥന നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകണം. അതേപോലെ തന്നെ ആ പുണ്യപ്രദേശത്തേക്ക് ഇതുവരെയും എത്തിപ്പെടാൻ സാധിക്കാത്ത സത്യവിശ്വാസികളായ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി നിങ്ങളെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥന സൂറ അൽ ബഖറയിലുണ്ട്, ഇബ്രാഹിമിലുണ്ട്, സൂറ ഷുഅറയിലുണ്ട്, പല സൂറത്തിലും അതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. പഠന സമയത്തൊക്കെ നിങ്ങളതൊന്ന് പരിശോധിക്കുകയും അതിന്റെ ഗുണപാഠം ഉൾക്കൊള്ളുകയും ജീവിതത്തെ ഒരു പുതിയ ക്രമത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹുവിനോട് അതിനുവേണ്ടി അവന്റെ തൗഫീക്കിനായി പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ആ മില്ലത്ത് ഇബ്രാഹിം പ്രവാചകൻ അലൈഹി ഇസ്ലാം തന്റെ ജനതയ്ക്ക് വേണ്ടി, തന്റെ സമൂഹത്തിന് വേണ്ടി, ദീനിന് വേണ്ടി അർപ്പിച്ച ആ തൗഹീദി ജീവിതം, ഈമാനികമായ ജീവിതം, അത് കാഴ്ചവെക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള, സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം നീ പുറത്ത് മാപ്പാക്കി താ തമ്പുരാനെ. അള്ളാഹു നമ്മുടെയൊക്കെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതേപോലെ തന്നെ മാനസികമായി, കുടുംബപരമായി, മക്കളെ കൊണ്ട് ഒക്കെയും വളരെയേറെ കഷ്ടപ്പാടും പരീക്ഷണവും ഒക്കെ ഏറ്റുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും എല്ലാം നീ നീക്കി കൊടുക്കുക തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളിൽ താങ്ങാൻ വയ്യാത്ത പരീക്ഷണം അള്ളാഹുവെ നീ നിശ്ചയിച്ച നിന്റെ സുന്നത്താണ് തമ്പുരാനെ. പക്ഷെ ആ പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിലൂടെ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് അള്ളാഹുവെ. അള്ളാഹുവെ ഏതൊരു പരീക്ഷണം വന്നു കഴിഞ്ഞാലും നിന്നെ കൈവിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോകരുത് അള്ളാഹുവെ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.